നടിയെ ആക്രമിച്ച കേസിലെ വിധി നീതിപൂർവമല്ല. സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച സജീവം. കേസിൽ 1 മുതൽ 6 വരെ പ്രതികൾ കുറ്റക്കാരെന്നാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം റോസ് തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നത്. പൾസർ സുനി, മാർട്ടിൻ ആന്റണി, ബി മണികണ്ഠൻ, വി വിജീഷ്, വടിവാൾ സലീം, പ്രദീപ് എന്നിവരെയാണ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. ശിക്ഷ 12-നാണ് തീരുമാനിക്കുക. ഈ കേസ് പല കാരണങ്ങളാൽ ശ്രദ്ധേയമായിരുന്നു. ഇരയാക്കപ്പെട്ടത് ചലച്ചിത്ര താരമായിരുന്നുവെന്നതും കുറ്റാരോപിതരിൽ അതേ മേഖലയിലുള്ളവർ ഉൾപ്പെട്ടിരുന്നു എന്നതും കേസിന് വൻ പ്രാധാന്യം ലഭിക്കുന്നതിന് കാരണമായി. ചലച്ചിത്രത്തിന് ലഭിക്കുന്ന ഭ്രമാത്മകത കേസിന് കൈവന്നത് അതുകൊണ്ടുകൂടിയാണ്. കാണാമറയത്ത് നിന്ന് വെളിച്ചത്ത് വന്ന് ഇരയല്ലെന്നും അതിജീവിതയാണെന്നും പ്രഖ്യാപിച്ച അവൾ മറ്റൊരത്ഭുതമായിരുന്നു. കേവലം ഒരു സ്ത്രീ പീഡന കേസിനപ്പുറം മാനങ്ങൾ ഈ അതിക്രമത്തിനുണ്ടായത്. എങ്കിലും പൂർണ്ണമായും തൃപ്തി നൽകുന്ന വിധിയല്ല ഉണ്ടായിരിക്കുന്നത്. 2017-ലാണ് കേസിനാസ്പദമായ അതിക്രമം നടന്നത്. അത് വെച്ച് കണക്കാക്കിയാൽ വിധി പ്രസ്താവത്തിന് 8 വർഷത്തിലധികം എടുത്തു. 2017 നവംബറിൽ കേസിന്റെ കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും വിചാരണ നടപടികൾ ആരംഭിക്കുന്നത് 2020 ജനുവരി 30-നാണ്. കുറ്റാരോപിതരായ വൻതോക്കുകൾ നിരവധി വിവിധ കാരണങ്ങൾ പറഞ്ഞ് കോടതികളെ സമീപിച്ചതും വിചാരണ ഉൾപ്പെടെ തടയുന്നതിനുള്ള വ്യവഹാരങ്ങൾ നടത്തിയതും നാം കണ്ടതാണ്. ഇതിൽ പ്രോസിക്യൂഷൻ ഉന്നയിച്ച ബലാത്സംഗ കുറ്റം തെളിഞ്ഞു. എന്നാൽ ഗൂഢാലോചനയ്ക്ക് തെളിവില്ലെന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇരയ്ക്കും അവൾക്കൊപ്പം നിലകൊണ്ടവർക്കും പാതി നീതി മാത്രമേ ലഭ്യമായിട്ടുള്ളൂ എന്ന പ്രതീതി സൃഷ്ടിക്കപ്പെടുന്നത്. തീർച്ചയായും ഇതിനു പിന്നിൽ ഗൂഢാലോചന നടന്നുവെന്നത് വ്യക്തമാണ്. എങ്കിലും വിചാരണ കോടതി അതിന് തെളിവില്ലെന്ന് കണ്ടെത്തുകയായിരുന്നു. അതുകൊണ്ട് പൂർണ്ണനീതി ലഭ്യമാക്കുന്നതിനുള്ള തുടർ നടപടികൾ ഈ കേസിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഇരയ്ക്കൊപ്പമാണ് സർക്കാരെന്ന് ബന്ധപ്പെട്ടവരുടെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. ഗൂഢാലോചന തെളിയിക്കാനായില്ലെന്ന കാരണത്താൽ വെറുതെ വിടപ്പെട്ട നടൻ ദിലീപിന്റെ പ്രതികരണം ഇക്കാര്യത്തിൽ അന്വേഷണ സംവിധാനത്തിനും നീതിന്യായ സംവിധാനത്തിനും നേരെയുള്ള വെല്ലുവിളി കൂടിയാണ്.